പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. കുടുംബജീവിതം സുന്ദരമാക്കാൻ വലിയ കാര്യമൊന്നും ചെയ്യണ്ട, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ അറിയിക്കുന്നത്. ഞാൻ ഓർക്കും, കൗൺസിലിംഗ് വരുന്ന ആളുകളുടെ മനസ്സിൽ അവരുടെ ദുഃഖങ്ങളൊക്കെ അവർ പറഞ്ഞു വരുമ്പോൾ എന്നെ ഒന്ന് സത്യത്തിൽ എൻ്റെ പങ്കാളി മനസ്സിലാക്കിയില്ലല്ലോ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. ഞാനതിനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് ജീവിതകാലം അവസാനം വരെ ഓർത്തിരുന്ന് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരവസ്ഥ ഞാൻ പല വ്യക്തികളിലും കണ്ടിട്ടുണ്ട്. ഈ ഓർമ്മകളെ നമുക്കൊന്ന് വിശുദ്ധീകരിച്ച് സംസ്കരിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ തീരും, പ്രത്യേകിച്ച് നെഗറ്റീവ് ഓർമ്മകൾ. ഒരു അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, സിസ്റ്ററെ, ഞാൻ വിവാഹം കഴിഞ്ഞ എൻ്റെ ആദ്യത്തെ ഡെലിവറി വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇയാൾ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇയാൾക്ക് ഇയാളുടെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് ഇയാൾ നടക്കുകയായിരുന്നു. അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല സിസ്റ്റർ എന്ന്. ഇതേ കാര്യം തന്നെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് അർത്ഥം. ഈ ഭാര്യ ഇത് മനസ്സിൽ വെച്ച് അത് തന്നെയും പിന്നെയും ചിന്തിച്ച് ഉള്ളത് ഇല്ലാത്തതൊക്കെ ഭാവന ചെയ്തുകൊണ്ട് ഒരു 10 പ്രാവശ്യം ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യം ഭാവനയിൽ വെറുതെ വന്നാൽ മതി, അത് പിന്നെ സംഭവിച്ചെന്ന് നമുക്ക് തോന്നും. നമ്മുടെ മനസ്സൊക്കെ അത്രേ ഉള്ളൂ എന്ന്. നമ്മളൊരു ഇല്യൂഷറി വേൾഡിലാണ്. അപ്പൊ എന്താണെന്ന് നമുക്കൊരു മായാലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറെ പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചാവുമെന്ന് നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും. അപ്പൊ ഈ അമ്മ അനാവശ്യമായിട്ട് എത്രയോ കാലങ്ങൾ വിഷമിച്ച് നടന്നു. എന്നാൽ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് എൻ്റെ മുമ്പിൽ സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യഥ, ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു വ്യഥ ഉണ്ടെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. കാരണം അയാൾ വേറൊരു ഓറിയന്റേഷനിൽ ജീവിക്കുന്ന ആളാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. എല്ലാ വ്യക്തിത്വങ്ങളും ഒരുപോലെയല്ല. ജീവിത പങ്കാളികൾ രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും ഒരുപോലെയുള്ള സ്വഭാവമാണെന്നൊരു നിർബന്ധമില്ല. ഭാര്യയുടെ പേഴ്സണാലിറ്റി അല്ല ഭർത്താവിന്റെ പേഴ്സണാലിറ്റി, രണ്ടാളുടെ 2 പേഴ്സണാലിറ്റിയാണ്. അവള് ഭയങ്കര വൈകാരികമായിട്ട്, അതായത് വികാരത്തിന് പ്രാധാന്യം കൊടുത്ത്, ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആള്. അദ്ദേഹം ഒരുപാട് തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ എന്ത് വന്നാലും അതിന്റെ പരിപരാഗങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യും. ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്ന് പറയുന്ന പ്രകൃതിയാണ്. അവളാണെങ്കിൽ അധികം കാര്യങ്ങൾ തുറന്ന് പറയില്ല. ഒരു ഇൻട്രോവേർട്ട് നേച്ചറാണ്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു അന്തർമുഖത്വമുള്ള ആളാണ്. ഭർത്താവ് ഒരു ബഹിർമുഖത്തുള്ള ആളാണ്. അപ്പൊ നാനാവിധ കാര്യങ്ങൾ ഭർത്താവിന്റെ കണ്ണിൽ കൂടെ ഉണ്ടാവും. അതിൽ വ്യാപരിക്കുന്ന അവന് ഭാര്യയുടെ ഈ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല. ഇമോഷണൽ ലെവല്, അതായത് ഒരു വൈകാരിക ഭാവം അദ്ദേഹത്തിന് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യില്ലത്. അവന് വായ തോന്നിയത് വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതിക്കാരനാണ് അവന്റെ പേഴ്സണാലിറ്റി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ പെണ്ണ് ഇതും പറഞ്ഞ് പൊട്ടി കരയാണ്. അതായത് കല്യാണം കൊച്ചു ഇപ്പം തോറായി 10-20 കൊല്ലം മുമ്പുള്ള മകന്റെ ഡെലിവറിയുടെ സമയത്തെ പ്രശ്നങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പൊ ഇയാൾ പറയാം, സിസ്റ്ററെ, ഇതെന്താണ് ഇവള് ഇത്രയും 20 കൊല്ലം എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല. ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പൈസ ഇല്ലാണ്ട് അത് അന്വേഷിച്ച് നടന്നതാണ് ഞാൻ. അത് ഇവിടെ ഇന്നോളം എന്നോട് തുറന്നു പറയാത്ത കാരണം ഇതൊന്നും എനിക്ക് ഇവളോട് പറയാൻ പറ്റിയില്ല. ഇതാണ് ഇവളുടെ മനസ്സിൽ കിടക്കുന്ന വിഷമമൊന്നും എനിക്ക് അറിയാണ്ടായിരുന്നില്ല. 20 കൊല്ലവും മനസ്സിൽ കൊണ്ടു നടന്ന് ഇത് തന്നെയും പിന്നെയും ആലോചിച്ച് ഭർത്താവിനോടുള്ള ഒരു മുറിവായിട്ട് മനസ്സിൽ സൂക്ഷിച്ച് ആ ദാമ്പത്യ ബന്ധത്തെ ഇവർ അകറ്റി. അപ്പോ തുറന്നുള്ള സംഭാഷണം നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളെയും നികത്താനായിട്ട് നമുക്ക് സാധിക്കും. എന്ത് തന്നെയും ആകട്ടെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം, വിവാഹത്തിന് മുമ്പുള്ള ഒരു കാര്യം തുറന്നു പറയണമെന്ന് ഒരു നിർബന്ധമില്ല. അത് തമ്പുരാനോട് പറഞ്ഞ് കുമ്പസാരിച്ച് ഹീലായിട്ട് സുന്ദരമായിട്ട് മെടുക്കറായിട്ട് കല്യാണം കഴിക്കാൻ പോവുക. ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവരോടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞത്. ഈ വിവാഹം കഴിഞ്ഞവര് ഇനി തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്നു പറയുക. അപ്പൊ ചേട്ടാ, എനിക്ക് ഇങ്ങനെ തോന്നി, എന്നാലും ഞാൻ ഡെലിവറിക്ക് ആശുപത്രിയിൽ പോയപ്പോൾ ചേട്ടൻ എന്നെ ഒന്ന് വന്ന് കണ്ടില്ല, അല്ലെങ്കിൽ ചേട്ടൻ അവിടെ ഉണ്ടായില്ലല്ലോ, എനിക്ക് ഇന്ന പോലെ പ്രയാസം തോന്നി, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നി, ചേട്ടൻ എവിടെയായിരുന്നു, എന്താ ഉണ്ടായത്, എന്താ പറ്റിയത്? അപ്പൊ ചേട്ടൻ പറഞ്ഞേനെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത കാരണം അത് അന്വേഷിക്കാൻ പോയതാടി മോളേന്ന്. അപ്പൊ ഈ 20 കൊല്ലം വെറുതെ ആയില്ലേ കരഞ്ഞു വിളിച്ച് നടന്നത്. അപ്പൊ ചില ആവരണങ്ങള്, മുഖംമൂടികൾ നമ്മൾ എടുത്തിടും, നമ്മുടെ തന്നെ ഭാവനയുടെ സൃഷ്ടികള്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങിയ ഒരു കാര്യം തീരുമാനിക്കാം. എൻ്റെ കുടുംബത്ത് ഇങ്ങനെ ഊഹാപോഹങ്ങൾക്ക് ഇനി ഞാൻ പ്രാധാന്യം കൊടുക്കില്ല. ഞങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും. പുതുവർഷമൊക്കെ അല്ലേ, നമുക്ക് തുറവിയോടുകൂടി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാൻ. എൻ്റെ വികാരവും എൻ്റെ വിചാരവും
എൻ്റെ അനുഭവവും നമുക്ക് തുറന്ന് പറയാനും എൻ്റെ പങ്കാളിയുടെ വികാരവും വിചാരവും അനുഭവവും ഒക്കെ തുറന്ന് ചോദിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഹൃദയത്തിൽ ഒരിടം കിട്ടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.